ഹലോ എവരി വൺ, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീവാലുവേഷൻ അക്കൗണ്ടിനെ കുറിച്ചാണ്. +2 പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് റീവാലുവേഷൻ അക്കൗണ്ട്. കാരണം നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്ററിൽ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വരാറുണ്ട്. റിട്ടയർമെൻറ്റും ഡെത്തും ഈ ചാപ്റ്റേഴ്സിലൊക്കെ നമുക്കിത് പ്രിപ്പയർ ചെയ്യണം. സോ റിവാലുവേഷൻ അക്കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അക്കൗണ്ടാണ്. എന്താണ് റിവാലുവേഷൻ അക്കൗണ്ട്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് ലേൺ വാട്ട് ഈസ് റിവാലുവേഷൻ അക്കൗണ്ട്. So revaluation account is prepared to record the increase and decrease in the value of assets and liabilities of the firm. It also records that unrecorded assets and unrecorded liabilities. Okay. എന്നിട്ടോ നമ്മൾ ഇതിൻ്റെയൊക്കെ, അതായത് ഒരു ആസറ്റ് കൂടിയാൽ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം, കുറഞ്ഞാൽ റെക്കോർഡ് ചെയ്യണം. ലയബിലിറ്റി കൂടിയാലും കുറഞ്ഞാലും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അൺറെക്കോർഡഡ് അസറ്റും അൺറെക്കോർഡഡ് ലയബിലിറ്റി നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിനകത്ത് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ പ്രോഫിറ്റോ ലോസോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അത് നമ്മൾ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് റിവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ റിവാലുവേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇതും കൂടെ നമ്മൾ ഓർത്ത് വെക്കണം. ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. എന്താ നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? എൻ അക്കൗണ്ട് വിച്ച് റെക്കോർഡ്സ് എക്സ്പെൻസസ്, ലോസസ് ആൻഡ് ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അല്ലേ, എക്സ്പെൻസുകളും ലോസും റെക്കോർഡ് ചെയ്യുന്ന, ഇൻകവും അതേപോലെ ഗെയിനും റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഈ നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ റൂളും കൂടെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും. എങ്ങനെയാണ് ഈ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. നോർമൽ ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് ആണ്. ദിസ് ഈസ് ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ദിസ് ഈസ് ദി ക്രെഡിറ്റ് സൈഡ്. സോ റിവാലുവേഷൻ അക്കൗണ്ടിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് അസറ്റിൻ്റെ വാല്യൂ കൂടിയാലും അതേപോലെ കുറഞ്ഞാലും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അസറ്റിൻ്റെ വാല്യൂ കൂടിയാലും റെക്കോർഡ് ചെയ്യണം, കുറഞ്ഞാലും റെക്കോർഡ് ചെയ്യണം. ലയബിലിറ്റീൻ്റെ കേസ്, ലയബിലിറ്റി വാല്യൂ കൂടിയാലും അതേപോലെ കുറഞ്ഞാലും നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിനകത്ത് റെക്കോർഡ് ചെയ്യണം. ഇനി നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? വെരി സിമ്പിൾ, എല്ലാ ആളുകളും ഓർത്ത് വെക്കുക. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എല്ലാ ആളുകളും ആലോചിച്ച് നോക്കുക. അതൊരു നോമിനൽ അക്കൗണ്ട് ആയിരുന്നു. എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് ഭാഗത്താണ്ടാവുക. എക്സ്പെൻസുകളും ലോസസും ഡെബിറ്റ് ഭാഗത്താണ്ടാവുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, എക്സ്പെൻസുകൾ, ലോസസ് ഡെബിറ്റ് ഭാഗത്താണ്ടാവുക. ഇൻകംസ് ആൻഡ് ഗെയിൻസ്, ഇൻകംസ് ഉണ്ടായാൽ അതേപോലെ ഗെയിൻ ഉണ്ടായാൽ, ലാഭം ഉണ്ടായാൽ അതൊക്കെ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്താണ് റെക്കോർഡ് ചെയ്യേണ്ടത്. സിമിലർലി അസറ്റിൻ്റെ വാല്യൂ വർദ്ധിച്ചാൽ, അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ, അസറ്റ് കൂടിയാൽ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, സോ 10,000 രൂപയുള്ള ഒരു അസറ്റ്, ബിൽഡിങ്ങിൻ്റെ വാല്യൂ 10,000 ആയിരുന്നു, അത് 12,000 രൂപയായിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് 2,000 റുപ്പീസിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട്. 2,000 രൂപ ബിൽഡിങ് വർദ്ധിച്ചു. ആ വർദ്ധിച്ചിട്ടുള്ള എമൗണ്ട്, കൂടിയ എമൗണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ഭാഗത്ത് റെക്കോർഡ് ചെയ്യുക. സോ ഈ ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇൻകംസും ഗെയിൻസും റെക്കോർഡ് ചെയ്യാനുള്ള സ്ഥലമാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. സോ അസറ്റ് കൂടിയാൽ ഗെയിനാണ്, ലാഭമാണ് അല്ലേ. അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ഗെയിനാണത്. അപ്പം നമ്മളത് ക്രെഡിറ്റ് ഭാഗത്ത് റെക്കോർഡ് ചെയ്യുക. സിമിലർലി നമുക്കൊരു ഗെയിനും കൂടി അവിടെയുണ്ട്. ലയബിലിറ്റി, നമ്മുടെ ബാധ്യത കുറഞ്ഞാൽ, ലയബിലിറ്റി കുറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് ഗെയിൻ അല്ലേ. ഒരു ലയബിലിറ്റീൻ്റെ വാല്യൂ കുറയുന്നു, 10,000 രൂപയുള്ള ഒരു ലയബിലിറ്റി എന്ത് ചെയ്യുന്നു? 8,000 ആയിട്ട് കുറയുന്നു. നമ്മൾ കടം അത് കൊടുക്കുന്ന സമയത്ത് നമുക്കത് 8,000 മതി എന്ന് പറയുകയാണ് അയാൾ. അപ്പം നമ്മളെ സംബന്ധിച്ച് അതൊരു ഗെയിനാണ്, പ്രോഫിറ്റാണ്. സോ ലയബിലിറ്റി കുറയുമ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് ഭാഗത്ത് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കറിയാം അൺറെക്കോർഡഡ് അസറ്റ് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ഓൾസോ ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. അൺറെക്കോർഡഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബുക്കിൽ നേരത്തെ ഇല്ലാത്ത ഒരു അസറ്റാണ്. നേരത്തെ ഇല്ലാത്ത അസറ്റ് എന്ന് പറയുമ്പോൾ അസറ്റ് വർദ്ധിച്ചതിന് തുല്യമാണല്ലോ, അസറ്റ് കൂടിയതിന് തുല്യമാണല്ലോ. സോ അസറ്റ് കൂടിയാൽ ക്രെഡിറ്റ് ഭാഗത്ത്, ലയബിലിറ്റി കുറഞ്ഞാൽ ക്രെഡിറ്റ് ഭാഗത്ത്, അൺറെക്കോർഡഡ് അസറ്റും ക്രെഡിറ്റ് ഭാഗത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ ഡെബിറ്റ് ഭാഗത്ത് റെക്കോർഡ് ചെയ്യുന്നത്? ദിസ് ഈസ് എക്സ്പെൻസ് ആൻഡ് ലോസസ്. ഇവിടെ നമുക്ക് നഷ്ടമുണ്ടാകുന്ന കാര്യങ്ങൾ, എക്സ്പെൻസുകൾ മാത്രമാണ് നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് റെക്കോർഡ് ചെയ്യേണ്ടത്, നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എപ്പോഴും എക്സ്പെൻസുകളും
ലോസസുമാണ് ഡെബിറ്റ് ഭാഗത്ത് എഴുതിയിട്ടുള്ളത്. സിമിലർലി അസറ്റ് കുറയുന്നു, അസറ്റിൻ്റെ വാല്യൂ കുറയുന്നു, അസറ്റിൻ്റെ വാല്യൂ താഴോട്ടേക്ക് വരുന്നു, കുറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ലോസാണ്. അപ്പം നമ്മളത് ഡെബിറ്റ് ഭാഗത്ത് റെക്കോർഡ് ചെയ്യുക. അസറ്റ് കുറയുമ്പോൾ ഡെബിറ്റ് ഭാഗത്ത് ചെയ്താ ലയബിലിറ്റിയുടെ വാല്യൂ കൂടുന്നു, വർദ്ധിക്കുന്നു, നെഗറ്റീവാണ്, നമ്മളെ സംബന്ധിച്ച് അതൊരു ലോസ് ആണ്. ബാധ്യത വർദ്ധിച്ചാൽ അപ്പം നമ്മളത് എന്ത് ചെയ്യുക, ഡെബിറ്റ് ഭാഗത്ത് റെക്കോർഡ് ചെയ്യുക. സോ അസറ്റ് കുറയുന്നു, ലയബിലിറ്റി കൂടുന്നു, ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ഭാഗത്ത് റെക്കോർഡ് ചെയ്യുക. സോ ലയബിലിറ്റി കൂടാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോസ് ആണ്, നെഗറ്റീവാണ്, അതുകൊണ്ട് നമ്മളത് ഡെബിറ്റ് ഭാഗത്ത് റെക്കോർഡ് ചെയ്യുക. ഒരു കാര്യം കൂടി നമുക്കിവിടെ ഡെബിറ്റ് ഭാഗത്ത് റെക്കോർഡ് ചെയ്യാണ്ട്, ദാറ്റ് ഈസ് അൺറെക്കോർഡഡ് ലയബിലിറ്റി. നേരത്തെ ബുക്കിലില്ലാത്ത ഒരു ലയബിലിറ്റി ഇപ്പോൾ നമ്മുടെ ബുക്കിനകത്ത് വന്നു, അൺറെക്കോർഡഡ് ലയബിലിറ്റി. ദാറ്റ് ഈസ് ഓൾസോ ഓൺ ദി ഡെബിറ്റ് സൈഡ്. അതും നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്, ഡെബിറ്റ് ഭാഗത്താണ്. സോ അസറ്റ് കുറയുന്നു, ലയബിലിറ്റി കൂടുന്നു, അൺറെക്കോർഡഡ് ലയബിലിറ്റി, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഡെബിറ്റ് ഭാഗത്താണ് കാണിക്കേണ്ടത്. ഇനി എല്ലാ ആളുകളും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും കയറി വരുന്ന ഒരു ഐറ്റമാണ് പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ്. അസറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രൊവിഷനാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് വന്നാൽ നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? ഓർത്ത് വെക്കുക, +1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സിൻ്റെ വാല്യൂ കുറയ്ക്കുന്ന ഐറ്റമാണ്. ഡെറ്റേഴ്സ് ഒരു അസറ്റാണല്ലോ. 10,000 രൂപ ഡെറ്റേഴ്സ് ഉണ്ടായിരുന്നു, 10,000 ഡെറ്റേഴ്സ് ഉണ്ടായിരുന്നു. 1000 രൂപ പ്രൊവിഷൻ മാറ്റി വെക്കാൻ പറഞ്ഞാൽ, 1000 ബാഡ് ഡെറ്റിൻ്റെ പ്രൊവിഷൻ വെക്കാൻ പറഞ്ഞാൽ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 1000 വെക്കാൻ പറഞ്ഞാൽ 10,000 നമ്മൾ 1000 കുറച്ച് 9,000 ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കാറുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സിൻ്റെ വാല്യൂ കുറയുന്നു. എന്താ ചെയ്യേണ്ടടാ? അസറ്റിൻ്റെ വാല്യൂ കുറയുന്ന ഐറ്റമാണ്, നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? അസറ്റിൻ്റെ വാല്യൂ കുറയുന്ന ഐറ്റം ആയതുകൊണ്ട് പ്രൊവിഷൻ എവിടെ റെക്കോർഡ് ചെയ്യുക? സോ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളത് ഡെബിറ്റ് ഭാഗത്ത് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, സോ പ്രൊവിഷൻ നമ്മളോട് ഒഴിവാക്കാൻ പറഞ്ഞാൽ, കുറയ്ക്കാൻ പറഞ്ഞാൽ നമുക്കത് ക്രെഡിറ്റ് ഭാഗത്ത് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, പ്രൊവിഷൻ വെക്കാൻ പറഞ്ഞാൽ നമ്മളത് ഡെബിറ്റ് ഭാഗത്തും റെക്കോർഡ് ചെയ്യുക. ഓക്കെ, സോ ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? അസറ്റ് കുറയുന്ന കാര്യങ്ങൾ, അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ ആ കുറയുന്ന വാല്യൂ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. ലയബിലിറ്റി കൂടുന്ന കാര്യങ്ങൾ, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങൾ ആൻഡ് അൺറെക്കോർഡഡ് ലയബിലിറ്റി. ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അല്ലെങ്കിൽ ബാഡ് ഡെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതും നമ്മൾ ഡെബിറ്റ് ഭാഗത്താണ് എഴുതേണ്ടത്. ഇത്രയും കാര്യം ഡെബിറ്റ് ഭാഗത്ത് ചെയ്യുക. ക്രെഡിറ്റ് ഭാഗത്ത് അസറ്റ് കൂടുന്ന കാര്യങ്ങൾ, അതേപോലെ ലയബിലിറ്റി കുറയുന്ന കാര്യങ്ങൾ. അസറ്റ് കൂടിയാൽ നമ്മൾ ആ കൂടിയ എമൗണ്ട് ക്രെഡിറ്റ് ഭാഗത്ത് എഴുതുക, ലയബിലിറ്റി കുറയുന്നത് എഴുതുക, അൺറെക്കോർഡഡ് അസറ്റ് നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിത് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലഭിക്കുന്ന എമൗണ്ട് എന്തായിരിക്കും? ഡെബിറ്റ് ഭാഗത്താണ് എമൗണ്ട് കിട്ടുന്നതെങ്കിൽ ദാറ്റ് ഈസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ആയിരിക്കും. ഇത് പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ആയിരിക്കും. നമ്മൾ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൻ്റെ കേസിൽ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ കൊടുക്കുള്ളൂ. ഓക്കെ, റിട്ടയർമെൻ്റ് ആണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. സോ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണെങ്കിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും, സർപ്ലസ് ആയിരിക്കും. റിവാലുവേഷൻ പ്രോഫിറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. നോമിനൽ അക്കൗണ്ടിൻ്റെ മറ്റൊരു റൂളാണെന്ത്? ഡെബിറ്റ് ഭാഗത്ത് ബാലൻസ് വന്നാൽ അത് എപ്പോഴും എന്തായിരിക്കടാ? അത് പ്രോഫിറ്റ് ആയിരിക്കും. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂളാണ്. നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഈ ഭാഗത്താണെങ്കിൽ അത് പ്രോഫിറ്റ് ആണല്ലോ എഴുതാറുള്ളത് അല്ലേ? സോ ക്രെഡിറ്റ് ഭാഗത്താണ് ബാലൻസ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? അത് റീവാലുവേഷൻ ലോസ് ആയിരിക്കും. റീവാലുവേഷൻ ലോസ് നിങ്ങൾ എന്ത് ചെയ്യുക? പാർട്ട്നേഴ്സിന് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദ റീവാലുവേഷൻ അക്കൗണ്ട്. എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് റെക്കോർഡ് ചെയ്യണമെന്ന് ഓർത്ത് വെക്കുക. ഈ സൈഡ് പോസിറ്റീവ് സൈഡായിട്ട് ഓർത്ത് വെക്കുക. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അസറ്റ് കൂടുന്നു, ലയബിലിറ്റി
കുറയുന്നു. രണ്ടും പോസിറ്റീവാണ്. അൺറെക്കോർഡഡ് അസറ്റ് വരുന്നു, പോസിറ്റീവാണ്. നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അസറ്റ് കുറയുന്നു, ലയബിലിറ്റി വർദ്ധിക്കുന്നു, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അൺറെക്കോർഡഡ് ആയിട്ടുള്ള ലയബിലിറ്റീസ് ബാധ്യതകൾ വരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെബിറ്റ് ഭാഗത്തും റെക്കോർഡ് ചെയ്യുക. ഓക്കെ, സോ ഇതേപോലെയുള്ള ടോപ്പിക്സ് ലഭിക്കാൻ വേണ്ടിയിട്ടും സിമ്പിൾ സ്റ്റഡി മെറ്റീരിയലും ക്വിക്ക് നോട്ട്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് +2ൻ്റെ എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്തും ഫസ്റ്റ് കമൻറ്റിനകത്തും വെക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.